ഫീൽഡ് ആണെങ്കിൽ വിന്നർ ആവാൻ വേണ്ടി ഒരുപാട് ഡ്രാമ വേണം. എന്റെ അഭിനയത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കേരളത്തിലെ അമ്പലപ്പറമ്പുകളിൽ പോയി അന്വേഷിച്ചു നോക്കുക കല്ലമ്പല കരങ്ങൾ ആരെന്ന്. വിന്നർ ആവാൻ ഡ്രാമയല്ല വേണ്ടത്, വിന്നർ ആവാൻ ജെന്യൂനായിട്ട് നിന്നാൽ മതി. തമാശക്ക് കാണിക്കുന്ന കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്, അതിനിടയിൽ ആങ്ങൾ പെങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അത് സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തതായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ, ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താട്ടെ. സീരിയസ് ആയിട്ടാണെങ്കിലും ഞാൻ നോ പറയുമായിരുന്നു. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, മഞ്ജു വാര്യറാണെന്ന വിചാരം. ഞാൻ പുള്ളിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നല്ലൊരാളല്ലേ? നല്ലൊന്നും പറഞ്ഞ് നല്ലൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒക്കെ ഒരു ജാതി വകകളാണോ, നമുക്ക് ചേരണതൊന്നുമില്ല. അതൊരു പോയിന്റാ. നല്ല എല്ലാരും കല്യാണം കഴിക്കാൻ പറ്റൂലേ? എടി ഒരം നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡല്ലേ നീ? ഇല്ല ചേച്ചി, അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല, ഒരിക്കലും. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി എന്നെ വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്ക് അങ്ങനെ പറ്റില്ല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഓ പറ്റണ്ട, വേണ്ടെങ്കിൽ വേണ്ട. പുള്ളി നല്ല ക്യാരക്ടർ ആട്ടോ, ക്യാരക്ടർ. ഞങ്ങളോട് ഇമാതിരി പണി ചെയ്ത് പക്ഷെ പുള്ളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളില്ലേ? എനിക്ക് ഒരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ, ഞാനും പെണ്ണോടി നടന്നു പോകുന്നോണ്ടാ ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കല്യാണം കഴിക്കും. ആഗ്രഹം അങ്ങനെയൊന്നുമില്ല, എനിക്ക് ആഗ്രഹം. കല്യാണം കഴിക്കില്ല? കല്യാണം കഴിക്കും. ഇപ്പൊ പറഞ്ഞു എന്റെ മനസ്സിലും കുറച്ച് പ്രതീക്ഷകളില്ലേ, ആ പ്രതീക്ഷ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം, എന്നൊരു മനുഷ്യനായി ഒരു വ്യക്തി ആയിരിക്കണം. നല്ലൊരാളല്ലേ? നല്ലൊന്നും പറഞ്ഞ് നല്ലൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ? എനിക്കിപ്പോ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഭംഗിയോ കാശോ പിന്നെ ജിമ്മോ കളറോ ഒന്നുമില്ല. ഒറ്റ മോളേ ഉള്ളൂ. മതിലോ? ശരി സാർ, സാറിനെ ദൈവം കഷ്ടപ്പെടുത്തും, അല്ല കാപ്പാത്തും. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.